ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു തമിഴ് സീരീസ് ഉണ്ട്. ഫാൻ ബേസ് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്, ഞാൻ അറിയാതെ ഇതിന്റെ സീസൺ 2 ഇറങ്ങിയിട്ട് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടപ്പോ കിടു സീരീസ് ആണ്, 1 സീരീസ് ആണ് പറഞ്ഞിട്ട് ഇത്രയും മെസ്സേജ് എനിക്ക് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ സീരീസിന്റെ പേര് ഹാർട്ട് ബീറ്റ് ആൻഡ് അതിന്റെ സീസൺ 2നെയും 1നെയും പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഒരു സാഡ് ന്യൂസ് ഉണ്ട്. ഹാർട്ട് ബീറ്റ് ഇപ്പൊ 92 എപ്പിസോഡായി. ഇനി 8 എപ്പിസോഡും കൂടി കഴിഞ്ഞാൽ സീസൺ 2 കഴിഞ്ഞു. ഇനി 2026 ആവണം അടുത്ത സീസൺ ഇറങ്ങാൻ. സോ എന്തോന്നടേ ഇത് ഇത്ര അഡിക്ഷൻ ഉള്ള സീരീസാ, പ്രാന്താ, ഇതെന്താ സീരിയലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ലിറ്ററലി അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ സ്ട്രെസ്, സ്ട്രെയിന്, ആങ്സൈറ്റി, ടെൻഷൻ ഇതൊക്കെ ഉണ്ട് വെച്ചാൽ ആദ്യം ഈ സീരീസിന്റെ ഫസ്റ്റ് ഒക്കെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 5 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഇതിന് അഡിക്റ്റഡ് ആവും. കാരണം അത്രയും നല്ല രസമുള്ള ഒരു സീരീസ്, ഒരു ഫീൽ ഗുഡ് സീരീസാണ്. യൂഷ്വലി കാണുന്ന പേക്കൂത്ത്, അതേപോലെ തന്നെ ഈ മറ്റേ ബാക്കിയുള്ള സീരിയലിൽ കാണുന്ന ഏഷണി കുശുമ്പ അങ്ങനത്തെ പരിപാടി ഒരു വൃത്തികേടും ഇല്ലാത്തൊരു സീരീസാണ്. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സീരീസാണ്. ഞാൻ ഇതിന്റെ സീസൺ 1ഉം 2ഉം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം. ഞാൻ എങ്ങനെയാണ് വെച്ചാൽ ഇത് ഏതോ ഒരു സീരീസ്, തല്ലിപ്പൊളി സീരീസ്, ഇതൊക്കെ ആര് കാണുന്നത് വേണ്ടിയിരിക്കുമ്പോ ചുമ്മാ ഒന്നും കാണാനില്ലാത്തപ്പോ 1-2 എപ്പിസോഡ് കണ്ട ഞാൻ ഏകദേശം 20-25 ദിവസം കൊണ്ട് 180 എപ്പിസോഡ് ഇരുന്ന് കണ്ടു. ഓരോ എപ്പിസോഡ് ഏകദേശം 15 മിനിറ്റ് 20 മിനിറ്റേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ടർ. നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീൽ ഗുഡ് സീരീസാണ്. നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് തോന്നുന്നു. ആൻഡ് ഇതില് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ രതി പറഞ്ഞ നമ്മുടെ മലയാളത്തിലുള്ള അനുമോളുടെ ക്യാരക്ടർ. അനുമോളൊക്കെ ഇത്രയും കിടുവായിട്ട് അഭിനയിക്കും. കിടു ആണ് ഇതില്. അതായത് ഈ ഒരു സീരീസിന്റെ ബാക്ക് ബോൺ പറയുന്നത് ആ ഒരു രതി പറഞ്ഞ ക്യാരക്ടറാണ്. അതിൽ അനുമോൾ കിടു പെർഫോമൻസ് ആണ്. സീരീസ് തുടങ്ങുന്ന സമയത്ത് ഇത് റീന പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അർജുൻ പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അവരുടെ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമാവും. ആദ്യമൊക്കെ രതിനൊന്നും എനിക്ക് കണ്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലിയിൽ ആ കൊച്ച് തേജു പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ട് ഇതിലുണ്ട്. ആ കൊച്ചിനെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോകുമ്പോൾ രതിയോട് നമുക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നും, തേജുവിനോട് ഒരു താല്പര്യം തോന്നും, അനിത പറഞ്ഞ ക്യാരക്ടറിനോട് തോന്നും, രവി പറഞ്ഞ ക്യാരക്ടറിനോട് തോന്നും. പിന്നെ ഇപ്പൊ സീസണിൽ വിജയ് പറഞ്ഞ ഒരു ഡോക്ടർ വരുന്നുണ്ട്, അങ്ങേര് കിടുവാണ്. റോക്കി, ഗുണ, അതേപോലെ തന്നെ കുറെ ഉണ്ട്, മറ്റേ കമലക്കണ്ണൻ, കിരൺ, നിലോഫർ, അമയ, അങ്ങനത്തെ അടിപൊളി ക്യാരക്ടേഴ്സ് ആണ്. എല്ലാവരും ഒന്നിനൊന്ന് കിടുവാ. സോ സീരീസ് ഇപ്പൊ കഴിയാറായി. ഇപ്പൊ 92 എപ്പിസോഡായി. ഇനി 8 എപ്പിസോഡും കൂടി കഴിഞ്ഞാൽ ഈ സീരീസ് തീരും. ഇനി എന്ത് കാണും പറഞ്ഞിട്ടാണ്. എല്ലാ വ്യാഴാഴ്ചയും 4 എപ്പിസോഡ് വെച്ചിട്ട് വരും. അപ്പൊ അങ്ങനെ ഈ വ്യാഴാഴ്ചയും വന്നിട്ട് അങ്ങനെയാണ് 92 എപ്പിസോഡ് ആയത്. സീസൺ 1 100 എപ്പിസോഡ് ഉണ്ട്, സീസൺ 2 100 എപ്പിസോഡ് തന്നെ ആയിരിക്കും. സോ സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക. ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് കാണുമ്പോഴും ട്രബിളും പരിപാടിയൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് നല്ല രസത്തിലിരുന്ന് കാണാം. ഭയങ്കര ഫീൽ ഗുഡ് വൈബ് തരുന്ന ഒരു സീരീസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എല്ലാവർക്കും വർക്ക് ആവുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ചിലർക്ക് ഇത് മെഗാ സീരിയൽ പോലെ തോന്നും, ചിലർക്ക് ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ബട്ട് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് ഇത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത്രയും ഫാൻ ബേസ് ഈ സീരീസിനുള്ളത്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്.